തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ദാവീദിനെ, ബെത്ലഹേമിലെ ജസ്സയുടെ ഇളയ മകനായ ദാവീദിനെ സാമുവേൽ പ്രവാചകൻ ദൈവം നിയോഗിച്ച് അയച്ചതനുസരിച്ച് തൈലം പൂശി തൈലാഭിഷേകം നടത്തി രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ആ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. 13, 14, 15 വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. സാവൂളാണ് രാജാവായിട്ട് വാഴുന്നത്. പക്ഷെ സാമുവേൽ വഴി തനിക്ക് ലഭിച്ച ദൈവിക നിർദ്ദേശത്തെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ച് ദൈവത്താൽ തിരസ്കൃതനായി. അപ്പോൾ ദൈവം സാമുവേൽ പ്രവാചകനെ അയക്കുകയാണ് അടുത്ത ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ. അങ്ങനെയാണ് അദ്ദേഹം ബെത്ലഹേമിലെത്തി ജസ്സയുടെ മക്കളെ മുഴുവൻ ശ്രദ്ധിച്ചിട്ട് ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ട് ഇളയ മകനായ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. അഭിഷേക കർമ്മം അങ്ങനെ രഹസ്യമായിട്ട് നടന്നു. പക്ഷെ സിംഹാസനത്തിലിരിക്കുന്നത് രാജാവ് സാവൂൾ തന്നെയാണ്. ഇനി ദാവീദ് അതിന് സമയമാകുമ്പം രാജസ്ഥാനം ഏറ്റെടുക്കണം. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അഭിഷേകത്തോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായിട്ട് ആവസിച്ചു. ദൈവം കൂടെയുള്ള വ്യക്തിയായിട്ട് ദാവീദ് മാറുകയാണ്. അതേസമയം സാവൂൾ രാജാവിൽ ഉണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. സാവൂളിൻ്റെ ഉള്ളിൽ നേരത്തെ സാമുവേൽ പ്രവാചകൻ ഇതുപോലെ തന്നെ തൈലം അഭിഷേകം നടത്തിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് റാമായിൽ വെച്ച് ശക്തമായി സാവൂളിൽ ആവസിച്ച് സാവൂൾ രാജാവായി പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞ് പ്രവചിച്ചുകൊണ്ട് ഒക്കെ ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ആ രാജകീയ ശുശ്രൂഷ. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ വചനം തിരസ്കരിച്ച് വന്നപ്പോൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു, തിരസ്കൃതനായി. അപ്പോഴിതാ ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ കഴിയുക എന്നുള്ള ഒരു ദയനീയ അനുഭവം മാത്രമല്ല സാവൂളിനുണ്ടാകുന്നത്. മറിച്ച് ഒരു ദുരാത്മാവ് സാവൂളിലേക്ക് വന്ന് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ്. ദുരാത്മാവ്, അതേപ്പറ്റി ഇവിടെ നമ്മൾ വായിക്കുന്നത്, പഴയ നിയമകർത്താക്കൾ എഴുതിയിരിക്കുന്നത്, ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിനെ പീഡിപ്പിച്ചുവെന്നാണ്. ദൈവം ദുരാത്മാവിനെ അയക്കുമോ? ഇല്ലെന്ന് നമുക്കറിയാം. ദൈവം നന്മ തന്നെയാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവിനെയാണ് അയക്കുക. അവിടുന്ന് ഒരിക്കലും പൈശാചിക അരൂപിയെ ആരിലേക്കും അയക്കുകയില്ല. ഒരു ദൗത്യവും കൊടുത്ത് പൈശാചിക അരൂപിയെ നിയോഗിക്കുകയുമില്ല. പിന്നെ എന്താണ് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ദൈവിക വെളിപാടിൻ്റെ ക്രമാനുഗതമായ വെളിപ്പെടൽ, അതേപ്പറ്റി റെവലേഷൻ്റെ വളർച്ച, പൂർത്തീകരണം, ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കഴിഞ്ഞു പോയ നാളുകളിൽ പ്രവാചകന്മാരിലൂടെ കർത്താവായ ദൈവം സംസാരിച്ചു. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും
ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ആ പുത്രൻ വഴിയുള്ള സംസാരിക്കലാണ് സമ്പൂർണ്ണമായ ദൈവിക വെളിപ്പെടുത്തൽ. അതിനു മുമ്പ് പഴയ നിയമ കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് പല വ്യക്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആൾക്കാർ വിശ്വാസത്തോടെ സ്വീകരിച്ച് അങ്ങനെ വളർന്നു വന്ന വെളിപാടിൻ്റെ പൂർണ്ണത ഈശോയിലാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള പൂർണ്ണമായ കാഴ്ചപ്പാട് ലഭിക്കുന്നത് ഈശോയുടെ പ്രബോധനത്തിലൂടെയാണ്. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവം. ആ ദൈവത്തെ നമ്മൾ പുതിയ നിയമത്തിലാണ് അറിയുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് അത്ര വ്യക്തമായ കാഴ്ചപ്പാടില്ല. പഴയ നിയമത്തിൽ യഹോവ എന്ന പേര് വിളിക്കുന്ന ദൈവത്തെ യഹൂദർ അറിഞ്ഞിരുന്നു. ആ ദൈവം കാരുണ്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, കരുതലുള്ളവനാണ്, അങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്യുന്നതമായ അവസ്ഥ, അപ്രാപ്യമായ അൺഅപ്രോച്ചബിളായിട്ടുള്ള അകലം, ഇതൊക്കെ അവർ അറിയുന്നുണ്ട്. സീനാമലയിൽ ദൈവം ഇറങ്ങി വരുമ്പം വേലിക്കപ്പുറത്ത് മാറി നിന്ന് 3 ദിവസം ഒരുങ്ങി ജനം ദൈവത്തെ സ്വീകരിക്കാൻ, ദർശിക്കാൻ, ശ്രമിക്കാനായിട്ട് നിൽക്കുമ്പോൾ മലമുകളിൽ ഇടിമുഴക്കം, അഗ്നി, ഇടിമിന്നൽ, മേഘച്ചുരുൾ, മേഘം എല്ലാം ഒന്ന് മൂടി ആ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം അനുഭവിക്കുന്ന ജനം പിന്നീട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോശയോട്, ഇനി ഞങ്ങൾക്ക് ദൈവത്തെ ഇതുപോലെ അനുഭവിക്കണ്ട. ദൈവത്തിന് സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങ് വഴി സംസാരിച്ചാൽ മതി. അങ്ങനെ ഒത്തിരി അകലം അവർക്ക് ദൈവത്തെ അനുഭവപ്പെടുകയാണ്. ദൈവത്തെ നേരിൽ കണ്ടാൽ മരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമുക്കറിയാം പഴയ നിയമത്തിന്. അതൊക്കെ മാറിയിട്ട് ഈശോയിലൂടെ വന്ന വെളിപ്പെടുത്തൽ നമ്മൾ കാണുകയാണ്. ദൈവം എന്തുമാത്രം അടുത്തുള്ള ദൈവം, പിതാവ്, അബ്ബ എന്ന് വിളിക്കാൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പൂർണ്ണമായ വെളിപ്പെടുത്തലായിട്ട് നമുക്ക് ദൈവത്തെപ്പറ്റി കിട്ടുന്നു. ഞാൻ ഇത്രയും കാര്യം ഇങ്ങനെ ഒന്ന് ചിലപ്പം തെളിച്ച് പറഞ്ഞതിന് കാരണം, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പുതിയ നിയമത്തിൽ ഈശോയിൽ ആണ് പൂർണ്ണമായത്. അതുപോലെ തന്നെ പൈശാചിക തലങ്ങളെക്കുറിച്ച്, പിശാച്, സാത്താൻ, അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ചുള്ള വ്യക്തതയും ഈശോയുടെ പ്രബോധനത്തിലൂടെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുള്ളൂ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപൂർണമായ കാഴ്ചപ്പാടുകളാണ് ഈ കാര്യത്തിലും ഉള്ളത്. പഴയ നിയമത്തിലെ വിവിധങ്ങളായ ഈ പിശാചൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന വചന രംഗങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, 2-3 ഘട്ടങ്ങളിലൂടെയാണ് പിശാചിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, വ്യക്തിത്വം എന്താണ്, അവൻ്റെ പ്രവർത്തന ശൈലി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത നൂറ്റാണ്ടുകളിലൂടെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ആ പല ഘട്ടങ്ങളിൽ ഏതാണ്ട് ആദ്യ ഭാഗത്ത് നിൽക്കുന്ന ഒരു വചന പരാമർശനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അന്ന് ആൾക്കാർ ചിന്തിച്ചിരുന്നത് ഈ ദൈവവും പിശാചും എല്ലാം ഏതാണ്ട് ഒരു കൂട്ടർ തന്നെയാണ്, ഒരേ സ്ഥലത്തുനിന്ന് വരുന്നതാണ്. അതിനപ്പുറം ഈ അദൃശ്യ ലോകത്തെക്കുറിച്ച്, അതിസ്വാഭാവിക തലത്തെക്കുറിച്ച് ആൾക്കാർക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് പിശാച് ഇടപെടുന്ന അനുഭവം വരുമ്പോൾ അവർ ചിന്തിച്ചു ദൈവം അയക്കുന്നതാണ്. അടുത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ജോബിൻ്റെ പുസ്തകം, പഴയ നിയമത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട്, നമ്മളതിൻ്റെ ഒരു പുസ്തകങ്ങളുടെ ക്രമം നോക്കിയാൽ പോലും ഒരു കാണാൻ പറ്റുന്ന ഒരു ദൈവമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒരു മധ്യഭാഗത്തായിട്ട് വരുന്ന ജോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-2 അധ്യായങ്ങളിൽ സാത്താനെ പറ്റിയ പരാമർശനമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഒരു സദസ്യൻ എന്ന പോലെ ദൈവത്തിൻ്റെ പക്കൽ ചെല്ലുന്ന, ദൈവത്തോട് ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊരു ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ സാത്താനെ കാണുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സും സാത്താൻ്റെ മനസ്സും ഒരുപോലെ അല്ല. ദൈവം ജോബിനെക്കുറിച്ച് സന്തോഷത്തോടെ, അഭിമാനത്തോടെ, തൃപ്തിയോടെ പറയുകയാണ്, എൻ്റെ ദാസന ജോബിനെ കണ്ടോ, അവനെപ്പോലെ ദൈവകൽപ്പന പാലിക്കുന്നവനും നീതി ചെയ്യുന്നവനുമായിട്ട് ആരാ ഉള്ളത്. ആ സന്തോഷത്തോടെ ജോബിനെ നോക്കി ദൈവം സംസാരിക്കുമ്പം സാത്താൻ ജോബിനെ പറ്റി ഒരു സിനിക്കലായിട്ട്, ഒരു തൃപ്തിയില്ലാതെയാണ് പറയുന്നത്. ജോബ് ഇങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്, പക്ഷെ അതിൻ്റെ പുറകെ വേറെ കാര്യമുണ്ട്. അങ്ങ് അവന് നല്ല സമൃദ്ധി കൊടുത്തു, സംരക്ഷണം കൊടുത്തു, അവന് ഭവനത്തിനും വീടിനും വസ്തുവകൾക്കെല്ലാം ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തു, അതുകൊണ്ടൊക്കെയാണ് അവൻ ഇങ്ങനെ നിൽക്കുന്നത്. അതൊന്ന് അഴിച്ചിട്ട് നോക്കി അപ്പം കാണാം എന്ന് പറയുമ്പോൾ ജോബിനെ പരീക്ഷിച്ച് ജോബിൻ്റെ സ്നേഹവും വിശ്വസ്തതയും കാമ്പില്ലാത്തതാണ്, വേരില്ലാത്തതാണെന്ന് തെളിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സാത്താനെ അവിടെ കാണുക. അപ്പം ദൈവത്തിൻ്റെ പക്കൽ സാത്താൻ ഇങ്ങനെ കയറി ഇറങ്ങിയും സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഉള്ളു സാത്താൻ്റെ ഉള്ളു ഒരുമിച്ചല്ല എന്നൊരു വ്യക്തത അവിടെ വരികയാണ്.
അതും കഴിഞ്ഞ് നമ്മൾ പഴയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾ വരുമ്പോൾ അവസാന ഭാഗത്തായിട്ട് വരുന്നൊരു പുസ്തകമാണല്ലോ സക്കറിയയുടെ പുസ്തകം. സക്കറിയയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ സക്കറിയ കാണുന്നൊരു ദർശനത്തിൽ പിശാച് സാത്താൻ ജോഷുവ എന്ന പ്രധാന പുരോഹിതൻ്റെ പക്കൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ ദർശനം കാണുന്നതിന് വായിക്കുകയാണ്. അവിടെ ദൈവം സാത്താനെ ശാസിക്കുകയാണ്, ഇറങ്ങിപ്പോ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ തമ്പുരാന് ഒട്ടും സ്വീകാര്യനല്ലാത്ത ഈ ജോഷുവയുടെ പക്കൽ സാത്താൻ നിൽക്കുന്നതിനെ ദൈവം ഒട്ടും അംഗീകരിക്കുന്നില്ല. ഇറങ്ങി പോകാനായിട്ട് ദൈവം ഇറക്കി വിടാൻ നോക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് സാന്നിധ്യമായിട്ട് സാത്താനെ അവിടെ കാണുകയാണ്. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ കടത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ വെളിപാടിൻ്റെ കൂടുതൽ തെളിച്ചമാറുന്ന രംഗങ്ങളാണ്. അപ്പം അത് വെച്ച് വേണം നമ്മൾ ഈ ഒരു വചനഭാഗത്തെ മനസ്സിലാക്കാൻ. അപ്പോൾ ഈശോയിലേക്ക് വരുമ്പോഴാണ് സാത്താൻ ആരാണ് എന്നൊരു വ്യക്തമായ പ്രബോധനം നമ്മൾ കാണുന്നത്. മത്തായി 12 നമ്മൾ ശ്രദ്ധിക്കുന്നു, അവൻ ഒരു രാജ്യത്തിൻ്റെ തലവനാണ്. ഈശോ പറയുകയാണ്, സാത്താനെതിരെ ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അതുകൊണ്ട് അവൻ്റെതായ രാജ്യം നരകരാജ്യം, അതിനെതിരെ ഞാൻ ദൈവരാജ്യം പ്രഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താനെ ബഹിഷ്കരിക്കുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ചെയ്യുമ്പോൾ ദൈവരാജ്യം കടന്നു വരുന്നതിൻ്റെ അടയാളമാണ്. മത്തായി 12:28 നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ ഈ പിശാച് ആരാണ്, അവൻ്റെ പ്രവൃത്തി എന്താണ്, അതിൻ്റെ അപകടം എന്താണ്, കെണി എന്താണ്, ഈശോയുടെ ദൗത്യം എന്താണ്, ഈശോ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ എന്താ അവിടെ ചെയ്യുന്നത്, ദൈവരാജ്യം നരകം, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പഴയ നിയമ രംഗത്ത് ദൈവം അയച്ച ദുരാത്മാവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുമ്പോൾ പൈശാചിക ആത്മാവ് വന്ന് കയറാൻ ഇടവരുന്നു. നമ്മുടെ ഉള്ള് വേക്കൻ്റായിട്ട് കാലിയായിട്ട് ആളൊഴിഞ്ഞ് കിടക്കാനായിട്ട് വരികയില്ല എന്നൊരു വശം ഇവിടെയുണ്ട്. അതായത് സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുന്നതിനെ പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുമ്പോൾ 44-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളുടെ അലഞ്ഞു നടക്കുന്നു, കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയും, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. ആളൊഴിഞ്ഞ് കിടക്കുന്നു. ആളെന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വീട്ടിലെ ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനാണ്. നമ്മളേതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലുമ്പോൾ വീട് അടച്ചു കിടക്കുന്നു, ബെല്ലടിച്ചു, അല്ലെങ്കിൽ അത് കതക മുട്ടി, തുറക്കുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കതക മുട്ടിയുമ്പോൾ അനക്കമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ ആരും ഇല്ലായിരിക്കും. പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ട്, അതിൻ്റെ സൈഡിലെ ഒരു മുറിയുടെ ജനാല അകത്തുനിന്ന് ആരോ തുറന്നു. എന്നിട്ട് പുറത്തേക്കൊരു കൈ പാളി തുറന്നിട്ട് അകത്തൊരാൾ നിൽക്കുന്നു. ആ വ്യക്തി പറയുകയാണ്, ഇവിടെ ആളില്ല. അത് കേൾക്കുമ്പം നമ്മളാരും തിരിച്ചു ചോദിക്കുകയല്ല, അപ്പോൾ പിന്നെ നീ ആളല്ലേ, മറിച്ച് നമ്മൾ ചോദിക്കും, ആളെവിടെ പോയി, അവരെവിടെ പോയി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, ആളില്ല എന്ന് അകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ പറയുന്നു, അവരവിടുത്തെ ജോലിക്കാരി ആയിരിക്കാം, അടുക്കളക്കാരി ആയിരിക്കാം. ആ സ്ത്രീ പറയും ഇവിടെ ആളില്ല. അപ്പോൾ താനവിടെ ഉണ്ടെങ്കിലും താൻ ആ വീടിൻ്റെ ആളല്ല, അതിൻ്റെ ഒരു ജോലിക്കാരി മാത്രമാണ്. ആളെന്ന് പറയുന്ന വീടിൻ്റെ ഉടമസ്ഥരാണ്. അപ്പം ഇവിടെ പറയുകയാണ് 44-ാം വാക്യത്തിൽ മത്തായി 12 ആ സ്ഥലം ആളൊഴിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണപ്പെടുന്നു. ആളൊഴിഞ്ഞ് ഏത് സ്ഥലം? ഒരു വ്യക്തിയാണ്. വ്യക്തിയെപ്പറ്റിയാണ് ഈ ഭവനമെന്ന് പറയുന്നത്. അശുദ്ധാത്മാവ് വിട്ടുപോയി കഴിയുമ്പം അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. ആ ഭവനമെന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്, ഒരു മനുഷ്യൻ. ഈശോ അത് തന്നെ പറഞ്ഞല്ലോ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ. അപ്പോൾ ആ മനുഷ്യനെ പറ്റിയാണ് പിശാച് ദുരാത്മാവ് പറയുന്നത്, എൻ്റെ ഭവനം, ആ ഭവനം ആളൊഴിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ആ മനുഷ്യനിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, വ്യക്തിയുടെ ആത്മാവ് അവിടെ ഉണ്ട്. ആത്മാവ് ശരീരമാണ് മനുഷ്യൻ, നമുക്കറിയാം. അപ്പം ആത്മാവ് അവിടെ ഉണ്ടെങ്കിലും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തി ആളൊഴിഞ്ഞ വീടാണ്, ഉടമസ്ഥനില്ലാത്ത വീടാണ്. അങ്ങനെയുള്ള വീട്ടിൽ കയറി താമസിക്കാനായിട്ട് അവസരം നോക്കി നടക്കുന്ന, ഇടിച്ചു കയറാൻ നോക്കി നടക്കുന്ന സാന്നിധ്യമായിട്ട് അശുദ്ധാത്മാവിനെ ഇവിടെ ഈശോ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരം
പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഭരിച്ച് നയിച്ച് നടത്തുന്ന അനുഭവം തന്നെയാണത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഭരിച്ച് നയിച്ച് നടത്തുന്നതിന് പകരം പൈശാചിക ആത്മാവ് ഭരിച്ച് നയിച്ച് നടത്താൻ നോക്കുമ്പം അത് നരകരാജ്യ അവസ്ഥയായിട്ട് പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന അനുഭവം, നമ്മുടെ ശരീരം ദേവാലയമാണ് എന്നുള്ള വചനചിന്ത, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്ത തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം നമുക്കറിയാം. 13 മുതലുള്ള വാക്യങ്ങളിൽ ജെറുസലേം ദേവാലയം വിശുദ്ധീകരിക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈശോയുടെ മറുപടി 19-20 വാക്യങ്ങൾ. ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസം നീ ഇത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അവനെ അങ്ങനെ വിശുദ്ധ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ഈശോയുടെ ശരീരം ആകുന്ന ആലയം, ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുക, ഞാൻ 3 ദിവസം പുനരുദ്ധരിക്കാം. ആൾക്കാർ ഓർത്തു ആ വലിയ ദേവാലയ കെട്ടിടത്തെപ്പറ്റിയായിരിക്കും പറയുന്നത് എന്ന്. ഈശോ അർത്ഥമാക്കിയത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ഈശോയുടെ ശരീരം ദേവാലയമാണ്. അതുപോലെ തന്നെ നാം ഓരോരുത്തരുടെയും ശരീരങ്ങളും ദേവാലയമാണ്. നമുക്കറിയാം വചനം കൊരിന്തോസ് ലേഖനത്തിൽ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 16-17 തിരുവചനങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയമാണ് നാം ഓരോരുത്തരുടെയും ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിലും കൊരിന്തോസ് 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 19-20 തിരുവചനങ്ങളും ഇക്കാര്യം വീണ്ടും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നിങ്ങളുടെ ശരീരം. അന്ത്യത്താഴ വേളയിൽ ഈശോ അപ്പസ്വരമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങളിൽ ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യൂദാസ് കറിയാത്തയല്ല ചോദിക്കുകയാണ്, നീ കർത്താവേ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? ഈശോ പ്രതിപദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. വി വിൽ മേക്ക് ഹിം ഓർ ഹെർ അവർ ഹോം. ഞങ്ങൾ അവനെ ഞങ്ങളുടെ വീടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്ത, നമുക്കിത് പരിചയമാണ്. കുർബാന സ്വീകരണത്തെപ്പറ്റി പറയുമ്പോഴും അപ്പോൾ സ്വർഗത്തിൽ ഇറങ്ങിയ അപ്പം, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പം ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ വസിക്കുക, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടയവനായിട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നില്ലാത്തൊരവസ്ഥ വന്നാൽ അവിടെ ഉടമസ്ഥത എടുത്ത് വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങളുണ്ട് എന്നുള്ളത് വചനത്തിൽ നമ്മൾ കാണുകയായിരുന്നു. സാവൂളിനെ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയപ്പം പൈശാചിക ആത്മാവ് വന്ന് പ്രവേശിക്കുന്നു, ആവസിക്കുന്നു. അതിനകത്ത് നിന്ന് വിടുതൽ കിട്ടാനായിട്ട് പിന്നെ വിഷമിക്കുകയാണ്. യൂദാസിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈശോയുടെ വചനത്തിന് വിശ്വാസം വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയ്ക്കൊപ്പം നീങ്ങുന്ന അവസ്ഥ യൂദാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ പ്രവേശിക്കുന്ന അവസ്ഥ വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ഉത്തരവാദിത്വവും കടമയുമാണ്. ബെനഡിക്റ്റ് 16 പാപ്പ എഴുതിയ ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള പുസ്തകം, ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ചിന്ത ദൈവരാജ്യത്തെക്കുറിച്ച്, ഈശോയുടെ മനുഷ്യ അവതാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ
ഇങ്ങനെ ചോദിക്കുകയാണ്. അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു, ഈശോയിലൂടെ ദൈവ സാന്നിധ്യം. പക്ഷെ അങ്ങനെ മനുഷ്യാവതാരം വഴി മനുഷ്യവർഗത്തിന് ലോകത്തിന് പക്ഷേ എന്താണ് കിട്ടിയത് എന്നൊരു ചിന്ത. വാട്ട് ഡിഡ് ജീസസ് ആക്ച്വലി ബ്രിങ്? ഈ ഭൂമിയിലേക്ക് ഈശോ എന്താണ് കൊണ്ടുതന്നത് നമുക്ക്? എന്നിട്ട് കുറേ സാധ്യത പറയുകയാണ്. സമാധാനമാണോ? സമാധാനം അവിടുന്ന് കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് സമാധാനം, അത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്തുതി, ഭൂമി സന്മസ്വരമൊക്കെ സമാധാനം, നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ അറിയാം. പക്ഷേ എവിടെയാണ് സമാധാനം? എന്തുമാത്രം അസ്വസ്ഥതയാണ് ഈ ഭൂമിയിൽ, വീടുകൾക്കുള്ളിലും സമൂഹങ്ങളിലും രാജ്യങ്ങൾ തമ്മിലും എല്ലാം. സമാധാനമൊന്നും ഇവിടെ വന്നിട്ടില്ല. പാപമെല്ലാം അവിടെ ഏറ്റെടുത്ത് മാറ്റി എന്ന് പറയുന്നു. പക്ഷെ എന്തുമാത്രം പാപമാണിപ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സമൂഹത്തിലും കുടുംബങ്ങളിലും എല്ലാം എന്തുമാത്രം പാപം തിന്മ വർദ്ധിച്ചു പെരുകുന്നു. രോഗങ്ങളെല്ലാം അവിടുന്ന് വഹിച്ചോ? യേശയ്യ പറയുന്നുണ്ടല്ലോ, അവ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു. ഈശോ രോഗശാന്തി കൊടുത്ത് അനേകർക്ക് തന്നെ ശുശ്രൂഷ നാളുകളിൽ. പക്ഷെ എന്തുമാത്രം രോഗമാണിപ്പോൾ. ഈശോ മരണത്തെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും മരണം എന്തുമാത്രം, എല്ലാവരും മരിക്കുന്നു. മരണത്തിൻ്റെ എന്തുമാത്രം സാന്നിധ്യമാണ് നമ്മൾ ചുറ്റും നിറഞ്ഞായിരിക്കുന്നത്. ഇവിടെ ഒന്നൊരു മാറ്റം വരുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടുന്ന് മനുഷ്യാവതാരം വഴി മനുഷ്യവർഗത്തിന് അല്ലെങ്കിൽ ലോകത്തിന് സമ്മാനിച്ചത്? ഇങ്ങനൊരു ചോദ്യം. ഇതിന് ഈ ഉത്തരവെല്ലാം സാധാരണഗതിയിൽ പറയുന്ന ഉത്തരവെല്ലാം നിഷ്ഠതരമായിട്ട് സൂചിപ്പിച്ചിട്ട് പാപ്പ പറയുകയാണ്, ദി ആൻസർ ഈസ് വെരി സിമ്പിൾ. ഉത്തരം വളരെ ലളിതമാണ്. God. He has brought God. ഈശോ ദൈവത്തെ നമ്മിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യവർഗത്തിന് ദൈവത്തെ സമ്മാനിച്ചു. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ദൈവം കൂടെയുള്ളവരായി മനുഷ്യവർഗത്തെ, മനുഷ്യമക്കളെ ഈശോ മാറ്റി തന്നെ മനുഷ്യാവതാരം വഴി. നമുക്കറിയാം ഈശോയ്ക്ക് പേരിട്ട് തന്നെ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. യഥാർത്ഥത്തിൽ പർദീസയിലെ ആദ്യത്തെ പാവം വഴി സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവം കൂടെ ഉള്ളവരായിരുന്ന ആദിമാതാപിതാക്കൾ ദൈവം കൂടെ ഇല്ലാത്തവരായിട്ട് മാറി, ദൈവസാന്നിധ്യം ഇല്ലാത്തവരായിട്ട് മാറി, ദൈവസാന്നിധ്യം സ്വീകരിക്കാൻ പറ്റാത്തവരായിട്ട് മാറി, ദൈവത്തിൽ നിന്ന് അകന്നവരായിട്ട് മാറി. പർദീസയിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇറങ്ങി വരുമ്പം അവർ കുറ്റിക്കാട്ടിലെ മറവിലേക്ക് പോവുകയാണ്. അവരും തമ്പുരാനുമായുള്ള ബന്ധം അവിടെ ഇല്ലെന്നായിപ്പോയി. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെന്നായിപ്പോയ മനുഷ്യ മക്കൾക്ക് വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള അവസ്ഥ തിരിച്ചു കിട്ടുകയാണ്. അതുവഴി സകല പൈശാചികമായ സ്വാധീനങ്ങളുള്ള വിടുതൽ കിട്ടുന്ന, പൈശാചികമായ ഇടപെടൽ വിട്ടുപോകുന്ന അവസ്ഥ അവരിലേക്ക് വരികയാണ്. നമ്മൾ ആദ്യം കണ്ടതായ സാവൂളിൻ്റെ അനുഭവം. സാവൂളിൽ അഭിഷേകം വഴി ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിൽ വന്ന് വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി എന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ അനുഭവം നമ്മൾ ആഴപ്പെട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമായിട്ട് ഭവിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഈശോ അപ്പസ്തലന്മാരോട് യാത്ര പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയുന്നത് ഈ കാര്യം തന്നെയാണല്ലോ. 15 മുതലുള്ള തിരുവചനങ്ങളിൽ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. അപ്പോൾ 3 വർഷക്കാലം ഈശോ അപ്പസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു സഹായകനായിട്ട്. ഇപ്പോൾ ഈശോ പോവുകയാണ്. പക്ഷേ ഇവർ ഒരു ആളില്ലാത്ത ആളുകളായിട്ട് മാറാൻ പാടില്ല. ഈശോ പറയുകയാണ്, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായം അവിടെ നിങ്ങൾക്ക് തരും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പക്ഷേ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾ സ്വീകരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ദൈവം കൂടെ ഉള്ളവരായിട്ട് ജീവിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ കുഞ്ഞു മക്കളാണ്. നിത്താഴ വേളയിൽ ഈശോ അശ്വന്മാർ സംസാരിക്കും, പറയും, കൊച്ചു മക്കളെ, ഞാൻ അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുകയുള്ളൂ, ഞാൻ പോവുകയാണ്. കുഞ്ഞു മക്കളെ, തിബേരിയസ് വെച്ച് ഈശോ അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? നമ്മളെപ്പോഴും തമ്പുരാന് കുഞ്ഞു മക്കളാണ്. ഒരു കൊച്ചു കുഞ്ഞിന് അതിൻ്റെ അമ്മയെ കൂടാതെ ഒന്നും പറ്റിയല്ല. കൊച്ചു കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ടാൽ, അമ്മയുടെ സാന്നിധ്യം വിട്ടുകഴിഞ്ഞാൽ
അത് വല്ലാണ്ട് അസ്വസ്ഥപ്പെടും. അമ്മയുടെ സാന്നിധ്യമാണ് ഒരു കുഞ്ഞിൻ്റെ കരുത്ത് മുഴുവനും. ചിലപ്പോഴൊക്കെ പള്ളിയിൽ കുർബാനയ്ക്ക് അമ്മമാർ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പം അമ്മയവിടെ ഒരു കസേരയിൽ ഇരുന്ന് പ്രാർത്ഥന കുർബാനയെ സംബന്ധിക്കുന്നു. ഈ കൊച്ചു ചിലപ്പോൾ ഇതിൻ്റെ പള്ളിക്കകത്ത് ഓടി നടക്കുകയായിരിക്കും. ആ കൊച്ച് നല്ല പുഞ്ചിരിയായിട്ട് സന്തോഷത്തോടെ പള്ളിക്കകത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരാളുടെ അടുത്ത് ചെന്ന് പുസ്തകം എടുത്ത് അങ്ങോട്ട് നോക്കി തിരിച്ച് പുറകോട്ട് പോകുന്നു, മുന്നോട്ട് വരുന്നു. ഒരു പേടിയില്ല, ഒരു അസ്വസ്ഥ ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്ന കുഞ്ഞുങ്ങളെ കാണാം. പക്ഷെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കുഞ്ഞുങ്ങൾ പോകുന്നതിനിടയിൽ ഈ കൊച്ച് അമ്മയിരിക്കുന്ന ഭാഗത്തോടെ പോകുമ്പോൾ അമ്മയെ നോക്കും, ഒന്ന് പുഞ്ചിരിക്കും. അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് ആ കൊച്ചിൻ്റെ കരുത്ത്. കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തിരിച്ചു വരുമ്പം ആ സീറ്റിലേക്ക് നോക്കുമ്പോൾ അമ്മയുടെ കണ്ടില്ലെങ്കിലോ അപ്പോഴേ കുഞ്ഞിൻ്റെ മുഖം വല്ലാണ്ടാകും. ഉള്ളു ഭയം കൊണ്ടും ഭാരം കൊണ്ടും നിറയും. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനോ ചിരിക്കാനോ ഒന്നും പറ്റിയല്ല. വീണ്ടും നോക്കും, അപ്പുറത്തോട്ട് നോക്കും ഇപ്പുറത്തോട്ട് നോക്കാൻ മുഖം വല്ലാണ്ടായത് വാവിട്ട് കാണാൻ തുടങ്ങും. അപ്പം അമ്മയുടെ സാന്നിധ്യം ഒരു കൊച്ചിന് എന്തുമാത്രം കരുത്താണ്. അതില്ലാതെ പറ്റുകയില്ല. അമ്മയുടെ സംഘത്തോട് വരുമ്പോൾ കുഞ്ഞിൻ്റെ സകല കരച്ചിലും ഭയവും പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് തമ്പുരാൻ്റെ സാന്നിധ്യം. ദൈവം കൂടെയുള്ളവരായി, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവരായിട്ട് ജീവിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് പൈശാചികമായ സ്വാധീനങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ഒന്നാമത്തെ മാർഗം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിർവീര്യമാകരുത്, എന്നിൽ കെട്ടുപോകരുത്, എന്നെ വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല, അതിലേക്ക് ഞാൻ പോവുകയില്ല. അങ്ങനത്തെ ഒരു നിർബന്ധം ചിട്ട നമ്മൾ എടുത്താൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് സംരക്ഷണമായിട്ട് ഭവിക്കും. തിന്മ കടന്നു കയറുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കൊരു നിമിഷം തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നിരന്തരം കൂടെയുള്ള സഹായകനായിട്ട് അങ്ങ് നൽകിയിരിക്കുന്നല്ലോ. സഹായനായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ വസിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വസിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ആളൊഴിഞ്ഞ വീടാണ്. ആളൊഴിഞ്ഞ കിടക്കുന്ന വീട്ടിലേക്ക് കടന്നു കയറാനായിട്ട് തക്കം നോക്കുന്ന മറ്റ് അരൂപികളെക്കുറിച്ച്, അശുദ്ധ ആത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് സൂചിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ തന്നെ ശരീരത്തിൽ അങ്ങ് നൽകിയ അമൃതയുടെ ആത്മാവ് ഞങ്ങൾക്കൊപ്പമുണ്ട്. ആത്മാവ് പക്ഷേ ഞങ്ങളുടെ ഒരു കാര്യസ്ഥതയായിട്ട് ശരീരത്തിലുള്ളൂ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങാണ് അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഉടയ തമ്പുരാൻ. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ അറിഞ്ഞ് സ്വീകരിച്ച് ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിരന്തരമായിരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. അവിടെ ഞങ്ങൾക്ക് വീഴ്ച വരുമ്പോഴാണല്ലോ തിന്മയുടെ ഉപദ്രവങ്ങളും ആക്രമണങ്ങളും കടന്നു കയറ്റങ്ങളും ഒക്കെ ഞങ്ങളിലേക്ക് കടന്നു വരാനിട വരുന്നത്. നല്ല ഈശോയെ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കർത്താവായ ദൈവമേ, അങ്ങ് എളിയദാസന് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗോൻ മൗണ്ടരുമോ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ, അങ്ങയുടെ വചനത്തിന് ഈ നിമിഷങ്ങളിൽ കാതോർത്ത് ആ വചനത്തിൻ്റെ വെളിച്ചത്തെ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിരന്തരം നിറഞ്ഞു വസിക്കുന്ന ആലയങ്ങളായി തങ്ങളുടെ ശരീരങ്ങളെ, ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായും സൂക്ഷിക്കാൻ തീരുമാനം ഉറപ്പിച്ചുമായിരിക്കുന്ന ഈ മക്കളുടെ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.